പ്രപഞ്ചം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? 6-ാം നൂറ്റാണ്ടിന്റെ ബുദ്ധി മാത്രം വെച്ചിട്ടല്ലേ ഇങ്ങനെയൊക്കെ ഓരോ മതവും ഇതൊക്കെ സൃഷ്ടിച്ചു വിട്ടത്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ എന്താണ്? പടച്ചവന്റെ ഏറ്റവും വലിയ വിവരക്കേടല്ലേ? പഹൽഗാം ഭീകരാക്രമണത്തിൽ എന്താ നടന്നത്? ഹണിമൂൺ ആഘോഷിക്കാനല്ലേ 2 പേര് ചെന്നത് അവിടെ? പിരിമുറുക്കമുള്ള സങ്കീർണതയേറിയ ഈ ജീവിതത്തിൽ നിന്നൊരല്പം സമാധാനം കിട്ടുന്നതിന് വേണ്ടി കുറച്ച് നല്ല മനുഷ്യരെ കാണാം, കുറച്ച് പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങൾ കാണാം, കുറച്ച് ശുദ്ധവായു ശ്വസിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയതല്ലേ. അവരുടെ പേര് ചോദിച്ച് അവരോട് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് അവരുടെ പാൻറ്റീസ് വരെ ഊരി നോക്കി അവർ അമുസ്ലിമാണ് എന്ന് ഉറപ്പിച്ച ശേഷം ഭാര്യയുടെ മുമ്പിലിട്ട് ഭർത്താവിനെ വെടിവെച്ച് കൊന്ന ഈ ഭീകരന്മാരെ തള്ളിപ്പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റണം. ആ ഭീകരന്മാരെ തള്ളിക്കളയുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഈ മതം മുന്നോട്ട് വെക്കുന്ന ആശയത്തെ, ഇതിന്റെ കൽപ്പനയാകുന്ന ഖുർആനിനെയും നിങ്ങൾ തള്ളിക്കളയണം. കാരണം കാഫിറുകളെ ഇല്ലായ്മ ചെയ്യണ്ടേ, അമുസ്ലിങ്ങളെ ഇല്ലാതാക്കണ്ടേ? എന്നാലല്ലേ ഈ ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിൽ കൊണ്ടുവയ്ക്കാൻ നിങ്ങൾക്ക് പറ്റൂ. ആ ഹിമാൻഷി എന്ന് പറയുന്ന പെൺകുട്ടിയെ ജീവനോടെ വിട്ടത് എന്തിനായിരുന്നു? അതിനൊരു ട്രോമ സമ്മാനിച്ചിട്ട്. ഭർത്താവാണല്ലോ വിവാഹം കഴിഞ്ഞ 6-ാം ദിവസം തന്റെ കൺമുമ്പിൽ വെടിയേറ്റു വീഴുന്നത്. സ്ത്രീകളെന്നില്ല, കുഞ്ഞുങ്ങളെന്നില്ല, മനുഷ്യരെന്നില്ല. ഇവരെ ഒരു തരം റാൻഡം ഫയറിങ്ങിന് സഹായിക്കുന്ന AK-47 ആണ് ചെറിയ കുട്ടികളുടെ വരെ കയ്യിൽ കൊടുത്ത് ഇവർ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവരുടെ പ്രിയപ്പെട്ട ആയുധം 1 ആയുധവും 2 ലിംഗായുധവുമാണ്. ബംഗാളിനെ കുറിച്ച് മുമ്പ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇന്നത്തെ കാശ്മീരിന്റെ അവസ്ഥയും, വ്യത്യസ്തമല്ല. കാശ്മീർ എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഭീകരരെയാണ്, ഫാറൂഖ് അബ്ദുള്ളമാരെയാണ്. ഇന്ത്യൻ അധിനിവേശ കാശ്മീർ എന്ന തെണ്ടിത്തരം പറഞ്ഞ മറ്റു പലരെയുമാണ്. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ ചക്രവർത്തിമാരിൽ ഒരാൾ കാശ്മീരിയായിരുന്നു എന്നത് നമ്മൾ അറിയേണ്ടുന്ന വസ്തുതയാണ്. AD 724 മുതൽ 760 വരെ കാശ്മീരം ഭരിച്ചിരുന്ന കാർക്കോട വംശത്തിലെ ലളിതാദിത്യ മുക്തപീഠ എന്ന വ്യക്തിയായിരുന്നു ആ ചക്രവർത്തി. കൽഹണന്റെ രാജതരംഗിണിയിലാണ് ലളിതാദിത്യന്റെ വർണ്ണനയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. കാവേരിയുടെ തീരം വരെയും പ്രയാഗ് ജ്യോതിഷപുരം അഥവാ ഇന്നത്തെ ആസാം, ടിബറ്റിന്റെ പീഠഭൂമി, ഗാന്ധാരം തൊട്ട് തുർക്കി, ഇറാൻ, അതുവരെയൊക്കെയുള്ള സൈനിക മുന്നേറ്റം നടത്തിയ ലളിതാദിത്യൻ, അലക്സാണ്ടറെ പോലെ തന്നെ വിശാലമായിട്ടൊരു സാമ്രാജ്യം അടച്ചു വാഴുന്ന വ്യക്തി, കീഴടക്കിയ ഇടങ്ങളിലെ സംസ്കാരങ്ങളെയോ മതങ്ങളെയോ നശിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. തന്റെ യുദ്ധമുന്നേറ്റങ്ങൾക്കിടയിൽ പേർഷ്യയിലോ തുർക്കിയിലോ വെച്ച് കാലം തെറ്റിയുണ്ടായ മഞ്ഞുവീഴ്ചയിൽപ്പെട്ടാണ് ലളിതാദിത്യൻ മരണമടയുന്നത്. അലക്സാണ്ടറെ പോലെ തന്നെ വിശ്വവിജയം എന്ന ആഗ്രഹം പൂർത്തിയാക്കാൻ കഴിയാതെ ആഗ്രഹം പാതി വഴിക്ക് വെച്ചിട്ട്. ലളിതാദിത്യനെ കുറിച്ച് ഇന്ത്യയിലെ ചരിത്ര വിദ്യാർത്ഥികൾക്ക് പോലും അറിയില്ല, നമ്മൾ ആരും പഠിച്ചിട്ടില്ല. ഇന്ത്യ ആക്രമിച്ച ഞാഞ്ഞൂലുകളുടെ ചരിത്രം പഠന വിഷയമാണ് പുസ്തകങ്ങളിൽ. ചരിത്ര പാഠങ്ങളിൽ ടിപ്പുവിനെ കുറിച്ചും ബാബറിനെ കുറിച്ചും ഔറംഗസീബിനെ കുറിച്ചും ഒക്കെ പഠിച്ച് നമ്മുടെ ഞരമ്പുകളിൽ കൂടി ചോര തിളയ്ക്കുകയും ഉന്മാദമുണ്ടാകുകയും രോമമുള്ളവർക്ക് രോമാഞ്ചമുണ്ടാകുകയും ചെയ്ത ചരിത്രം നമുക്കറിയാം. പക്ഷേ മുസ്ലിം ആക്രമണത്തെ തോൽപ്പിച്ച് അവരെ ഓടിച്ച ലളിതാ ആദിത്യൻ, കനൗജിലെ യശോവർമ്മനൊക്കെ നമ്മുടെ ചരിത്രകാരന്മാരാലും ഭരണാധികാരികളാലും തിരസ്കരിക്കപ്പെടുകയാണ് ഉണ്ടായത്. സ്വന്തം രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങളെ പോലും തിരസ്കരിക്കുന്ന രൂപത്തിലുള്ള രാജ്യദ്രോഹികളുടെ പട്ടുവസ്ത്രം, അതൊക്കെ ഇന്ന് പഠന വിഷയങ്ങളാണ്. ചരിത്ര കുതഹികൾക്ക്
അതൊക്കെ ഡോക്ടറേറ്റ് എടുക്കുന്നതിന് വേണ്ടിയുള്ള വിഷയങ്ങളാണ്. തങ്ങളുടെ പൈതൃകത്തിനു മേൽ അവർ പണിത ശവക്കോട്ടകളെ ആദരിക്കുന്ന തിരക്കിലാണെന്ന് ലോക ജനത. പക്ഷേ ഭാരതീയർ മാത്രമായിരിക്കും ഭാരതത്തിന്റെ ചരിത്രം തെറ്റായി പഠിക്കാൻ വിധിക്കപ്പെട്ട വിഭാഗം. കാശ്മീർ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടതിന്റെ ചരിത്രവും പഠിക്കണം. സിക്കന്ദർ ഷാമിരി മതതീവ്രവാദിയാണ് അതിന്റെ പിന്നിലുള്ള കാരണക്കാരൻ. നിങ്ങൾ അടിച്ചു നോക്കുക സിക്കന്ദർ ഷാമിരി എന്ന് ഗൂഗിളിൽ എവിടെയെങ്കിലും. ഹിന്ദുക്കളെ പീഡിപ്പിച്ചും പ്രലോഭിപ്പിച്ചും മതം മാറ്റി കാശ്മീരിനെ ഇസ്ലാമികവൽക്കരിച്ച 1389 വരെ 1413 വരെ ഒക്കെ കാശ്മീർ ഭരിച്ച സിക്കന്ദർ ഷാമിരി 1 വർഷം പരിശ്രമിച്ച് തകർത്ത മാർത്താണ്ഡ സൂര്യക്ഷേത്രം ലളിതാദിത്യൻ നിർമ്മിച്ചതാണ്. വിജയേശ്വരത്തെ ശിവക്ഷേത്രം, ഇന്നത്തെ ബാരാമുള്ള കണ്ടില്ലേ, വരാഹമുൽ ക്ഷേത്രം, അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ മൊത്തവും തകർത്ത ഈ ഷാമിരി ജിസിയ കൊടുക്കുന്ന ഹിന്ദു വീടുകളിൽ പോലും വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കാൻ അനുവദിച്ചില്ല. ബുദ്ധന്റെ ലോഹനിർമ്മിതമായിട്ടുള്ള ഒരു വലിയ പ്രതിമ ഷാമിരി തകർത്തതിനു ശേഷം അത് ഉരുക്കി നാണയങ്ങളാക്കിയതായിട്ടാണ് രേഖകളിലുള്ളത്. ക്ഷേത്ര നശീകരണ യജ്ഞത്തിലൂടെയും അതുപോലെ ജിസിയ അഥവാ നികുതി നൽകിയതിലൂടെയും ആവശ്യത്തിലധികം ധനം സമ്പാദിച്ചു കഴിഞ്ഞിട്ടാണ് ഈ ഷാമിരി നിർബന്ധിത മതപരിവർത്തനത്തിന് ഇറങ്ങുന്നത് തന്നെ. അതിനയാളെ പ്രേരിപ്പിച്ചത് ഒരു സൂഫി സന്യാസിയായ മിർ അഹമ്മദ് ഹമദാനി എന്ന വ്യക്തിയാണ്. മതം മാറാൻ വിസമ്മതിച്ച ഹിന്ദു, ജൈന, ബൗദ്ധർ ഇവരെയൊക്കെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടാണ് ഷാമിരി കാശ്മീരിനെ ഇസ്ലാമികവൽക്കരിച്ചത്. അന്ന് ഷാമിരി നടത്തിയ കൊടിയ പീഡനങ്ങൾക്കും കൂട്ടമാനഭംഗങ്ങൾക്കും ഇരയായി നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരായ ജനതയാണ് ഇന്നും ലവലേശം പോലും ഉളുപ്പില്ലാതെ ഇതര മതസ്ഥരെ തെരഞ്ഞുപിടിച്ചു കൊല്ലുകയും മറ്റുള്ള തീവ്രവാദികൾക്ക് അവരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതും ഇന്ത്യക്കെതിരെ കല്ലും തൂക്കുമായി പോരാട്ടത്തിനിറങ്ങുന്നതും. മെഹബൂബ മുഫ്തിയെ പോലെയുള്ള ആളുകൾ ലെബനനിൽ ഹിസ്ബുല്ലയുടെ ഭീകര നേതാവ് ചത്തുമണ്ണടിഞ്ഞപ്പോൾ ദുഃഖമാചരിച്ചില്ലേ? ഈ യുവാവിന് നേരെ വെടിവെച്ച മതഭീകരന്റെ പിതാമഹൻ ഷാമിരിയുടെ വാളിന്റെ മുമ്പിൽ കൊല്ലപ്പെട്ട ഹിന്ദുവോ ബൗദ്ധനോ ആയിരിക്കില്ലേ? പഹൽഗാമിൽ ഇവരുടെ തോക്കിന് മുമ്പിൽ ഇവരാരുടെ തോക്കിന് മുമ്പിലാണോ നിന്നത്? അവരൊക്കെ ലൈംഗിക അടിമയാകുവാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരു ജനവിഭാഗം. പക്ഷേ വിഡ്ഢികളായിട്ടുള്ള ഈ ഭീകരന്മാര് കരുതുന്നത് കാഫിറുകൾ മനുഷ്യരല്ലെന്ന്. ആ കാഫിറുകളെ കൊന്നുകഴിഞ്ഞാൽ നേരിട്ട് സ്വർഗത്തിലെത്തുമെന്ന് പ്രതീക്ഷിച്ച് ആ സ്വർഗത്തിനു വേണ്ടി പെണ്ണും കള്ളും മാത്രമുള്ള, ലഹരിയില്ലാത്ത കള്ളുള്ള, നാരങ്ങ വെള്ളം കൊടുത്താൽ പോരെ, ശരി, ആ സ്വർഗത്തിന് വേണ്ടിയാണ് ഇവര് സഹജീവിയുടെ കഴുത്തിൽ കത്തിവെക്കുന്നത്. പിന്നെ ഫ്രൈഡ് ചിക്കനും ഒരു ഭാഗത്ത് തന്തൂരിയും അപ്പുറത്ത് അച്ചാറും എരിവുള്ള എന്തെങ്കിലും ചിപ്സും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇബിലീസിന്റെ കൂട്ടരുമൊക്കെ ഉള്ളത് കൊണ്ട് തൽക്കാലം ലഹരിയില്ലാത്ത കള്ളുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. എന്താണെന്നറിയില്ല, പിശാചല്ലേ, ആൾ ഇബിലീസല്ലേ, അയാൾ അച്ചാർ തിന്നുകൊണ്ടിരുന്നതാ. ഈ നാരങ്ങ അച്ചാറിന്റെ ഒരു ഭാഗം എടുത്തിട്ട് അയാള് പാലിന്റെ പുഴയിലേക്ക് എറിഞ്ഞതോടുകൂടിയാണ് പാലിന്റെ പുഴ പിരിഞ്ചു പോച്ച്. അതുകൊണ്ട് തൽക്കാലം കള്ളിന്റെയും തേനിന്റെയും ഒക്കെ പുഴ കൊണ്ട് ഈ ചത്തുപോയ ആളുകൾ ആത്മനിർവൃതി അടയേണ്ടി വരും. പിന്നെ ഭീകരന്മാരിൽ ഒരുപാട് ആളുകൾ ചത്തവിടെ എത്തിയിട്ടുണ്ട്. 72 ഹൂറികളെ വേണ്ടവർ ക്യൂ നിൽക്കുകയും വേണം. കാരണം എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് ഹൂറികളെ വിഭജിച്ചു കൊടുക്കാൻ പറ്റും. ഇവരുടെ കഴുത്തിൽ ടാഗൊക്കെ എഴുതിയിട്ട് കൊടുക്കണ്ടേ? സവാഹിരി, അബ്ദുറഹ്മാൻ അൽ ഷാ, സജ്ജാദ് ഗൗൾ, പേരൊക്കെ എഴുതാൻ കുറച്ച് താമസമല്ലേ? ചിലപ്പോ ഹൂറികൾ ചിപ്പിക്കകത്തിരുന്നപ്പോൾ പേന പിടിക്കാൻ മറന്നു, അറബി എഴുതാൻ അറിയാമോ, അതോ അവരിനി ഉറുദുവിലാണോ എഴുതുന്നത്? എന്തായിരുന്നാലും കുറച്ചൊന്ന് ക്യൂ നിൽക്കേണ്ടി വരും.